അതിതീവ്ര മഴ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമായി 2 മരണം. തൊടുപുഴയ്ക്ക് സമീപം അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയും വാഗമൺ കോലാഹലമേട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന വയോധികയുമാണ് മരണപ്പെട്ടത്. തമ്മൻകുത്ത് പുഴ കരകവിഞ്ഞതോടെ കുടുങ്ങിയ വീട്ടുകാരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അതേസമയം ജില്ലയിൽ മഴക്കെടുതികളും രൂക്ഷമായി തുടരുകയാണ്. എനിക്ക് സംശയം രണ്ടാമത്തെ വെള്ളത്തിൽ ഇവിടെ ഉണ്ടോയില്ലെന്ന് സംശയം. ഇതിലെ കയറി പോകാനുള്ള വഴിയുണ്ടല്ലോ, കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള വഴി. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആന്റണി മുനിയറ ചേരുന്നുണ്ട്. ആന്റണി, കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? നേരത്തെ മുതൽ തന്നെ വളരെ രൂക്ഷമായ മഴക്കെടുതി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം, ഉരുൾപൊട്ടൽ ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ ശക്തമായ മഴയാണ് ജില്ലയിൽ പെയ്തത്. ആ മഴയിലാണ് പലയിടങ്ങളിലും കനത്ത മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ വെള്ളം ഉയരുകയൊക്കെ ചെയ്തത്. ഉരുൾപൊട്ടലിൽ വീട്ടമ്മ കൊടിയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മഷിക്കല്ലിൽ രവിനാരായണന്റെ ഭാര്യ സുമതി മരിക്കുകയും വാഗമൺ കോലാഹലമേട്ടിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിക്കുകയും ചെയ്തു. 2 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ജലാശയങ്ങളിലേക്കുള്ള നീരൊഴുക്കെല്ലാം ശക്തമായി വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. കല്ലാർ, ഇരട്ടയാർ ഡാമുകൾ നിറഞ്ഞ നിലയിലാണ്. റോഡുകളുടെ ഗതാഗത തടസ്സം ഏറെക്കുറെ പരിഹരിച്ചു. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ മഴയുടെ ശക്തി തെല്ല് കുറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഗതാഗത തടസ്സം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തട്ടേക്കണ്ടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ താലൂക്കിൽ മുട്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും ആലക്കോട് ചവർണ അംഗൻവാടിയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും രാത്രി ഇനിയും മഴ ശക്തി ആർജിക്കുമെന്നുള്ള ഒരു ഭീതിയിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. ജീന, ശരി, ഇടുക്കി ജില്ലയിലും ശക്തമായ അതിതീവ്ര മഴ തന്നെയാണ് തുടരുന്നത്. മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴക്കെടുതി രൂക്ഷമാണ്. ആന്റണി മുനിയറയാണ് വിവരങ്ങൾ നൽകിയത്.